വികസിത ഭാരതം 2047 എന്ന സ്വപ്ന കുതിപ്പിന് പൂർണ്ണ പിന്തുണയുമായി ജപ്പാൻ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൻ്റെ വല്യേട്ടൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ജപ്പാൻ പ്രധാനമന്ത്രി സനായെ തകായിച്ചി ഉഭയകക്ഷി ബന്ധത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തി. ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ 2 ട്രില്യൺ യെൻ നിക്ഷേപ മൂല്യമുള്ള 120ഓളം കരാറുകളിലാണ് ഇരു രാജ്യങ്ങളിലെയും കമ്പനികൾ ഒപ്പുവെച്ചത്. ചരിത്രപരം എന്നാണ് ഈ കൂടിക്കാഴ്ചയെ, ഈ ഉച്ചകോടിയെ വിശേഷിപ്പിക്കേണ്ടത്. ആ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അനിയത്തി എന്ന് വിളിച്ചതിന് മറുപടിയായി മോദി തന്റെ വലിയേട്ടൻ എന്ന് വിശേഷിപ്പിച്ചാണ് ജപ്പാൻ പ്രധാനമന്ത്രി സനായെ തകായിച്ചി പ്രസ്താവന ആരംഭിച്ചത്. നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴമാണ് ഇരുവരുടെയും വാക്കുകളിൽ തെളിഞ്ഞത്. You called me a beautiful younger sister, Prime Minister Modi. But at the small meeting before the big meeting, we confirmed that we are on the same page and developed this relationship as brother and sister. 2047 ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുവാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെ ജപ്പാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഭാരതത്തിന്റെ കുതിപ്പിന് കരുത്തു പകരാൻ ജപ്പാന്റെ പൊതു സ്വകാര്യ മേഖലകൾ കൈകോർക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 17 തന്ത്രപ്രധാന മേഖലകളിൽ നിക്ഷേപം നടത്തുമെന്നും ഇരു രാജ്യങ്ങളെയും ശക്തവും സമർത്ഥവുമാക്കുകയാണ് ലക്ഷ്യമെന്നും ജപ്പാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജപ്പാനിൽ നിന്നുമുള്ള വൻ വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ ജാപ്പനീസ് കമ്പനികൾ തമ്മിൽ ചരിത്രപരമായ 120 സഹകരണ കരാറുകളിലാണ് ഒപ്പുവെച്ചത്. ഏകദേശം 10 ട്രില്യൺ യെൻ മൂല്യം വരുന്ന വൻ നിക്ഷേപങ്ങളാണ് ഇതിലൂടെ ഭാരതത്തിലേക്ക് ഒഴുകിയെത്തുക. This occasion we are pleased to announce approximately 129 private sector cooperation agreements. Together with these investments exceeding 2 trillion Japanese yen. Today an increasing number of Japanese companies are using India as a base for expanding their engagement with Africa. Under the framework of the FOIP, we will extend this new model of growth developed by Japan and India. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾക്കപ്പുറം ഭാവി തലമുറയ്ക്കുള്ള ക്ലീൻ എനർജി വിപ്ലവത്തിനാണ് ഇരു രാജ്യങ്ങളും അടിത്തറയിടുന്നത്. അഡ്വാൻസ്ഡ് ബാറ്ററികൾ, ഗ്രീൻ ഹൈഡ്രജൻ, ആണവോർജ്ജം എന്നിവയുടെ വികസനത്തിൽ ഭാരതവും ജപ്പാനും കൈകോർക്കും. സാമ്പത്തിക സുരക്ഷ ഇരു രാജ്യങ്ങളുടെയും പങ്കുവെക്കപ്പെട്ട സുരക്ഷയാണെന്നും ഊർജ്ജ പരിവർത്തനം ഒരു വലിയ അവസരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. आप सबको मिलकर यह सुनिश्चित करना है कि अगले 1 दशक में जापान से भारत में निवेश 10 ट्रिलियन येन के टारगेट को भी पार करे और भारत में जापानी कंपनी की संख्या भी 10 वर्ष में डबल हो जाए. ഇന്ത്യ ജപ്പാൻ നെക്സ്റ്റ് ജനറേഷൻ മൊബിലിറ്റി പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്ക് പ്രഖ്യാപിച്ചതാണ് ഈ ഉച്ചകോടിയുടെ മറ്റൊരു പ്രധാന സവിശേഷത. ഭാവിയിലെ ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യയിലും ഹൈടെക് ഗതാഗത സംവിധാനങ്ങളിലും ഭാരതത്തെ ആഗോള ഹബ്ബാക്കി മാറ്റാൻ സഖ്യം സഹായിക്കും. ലോകം ഒരു വലിയ സാമ്പത്തിക ഊർജ്ജ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിലൂന്നി ലോകത്തിന് പുതിയൊരു ദിശാബോധം നൽകുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ജനം, ഡൽഹി. ഒരു വിദേശ പ്രധാനമന്ത്രിയെ എൻ്റെ പ്രിയപ്പെട്ട അനുജത്തി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഒരുപക്ഷേ അതൊരു കൗതുക കാഴ്ചയായിരിക്കാം. ആഗോള നയതന്ത്ര രംഗത്തും ഇതൊരു പക്ഷേ ഒരു വ്യത്യസ്തമായ സംഭാഷണം കൂടി ആയിരിക്കാം എന്ന് തന്നെ പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ എല്ലായ്പ്പോഴും ഇപ്രകാരവുമാണ്.